ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൂൺ കൃഷി വിളവെടുക്കാൻ പോവുകയാണ്. ഇത് ഞങ്ങൾ 2 ബെഡാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ബെഡിൽ കൂൺ നന്നായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട്. 2 കുട്ടീസിനും ചോറ് കഴിക്കാൻ കൂണിൻ്റെ കറി മാത്രം മതി. ഭയങ്കര ഇഷ്ടമാണ് 2 പേർക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ കൂണ് ഇങ്ങനെ വയ്ക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ 250 ഗ്രാമിന് 75 രൂപ കൊടുക്കണം. അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷം. നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വിളവെടുപ്പും അതെല്ലാം കൂടെ നല്ല സന്തോഷത്തോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാനേ തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂണാണ്. അപ്പോൾ എന്തായാലും മുറിച്ച് പ്ലാറ്റിലാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് കൊണ്ടുപോയി കറി ഉണ്ടാക്കാം. ഇതിലിപ്പോൾ ഇനിയും ബഡ് നിൽപ്പുണ്ട്. ഇത് 1-2 ദിവസം കഴിയുമ്പോൾ ഇതും നല്ല വലിയ കൂണായിട്ട് മാറും. ഈ 2 ബഡ് മാത്രമല്ല, ഇത് കുറച്ച് ദിവസം വരെയും ഇത് ഇങ്ങനെ കൂണ് മുളച്ച് വന്നുകൊണ്ടേയിരിക്കും. രാവിലെയും വൈകിട്ടും വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി. 2-3 ആഴ്ച വരെ നമുക്ക് ഇതുപോലെ കൂണ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതപ്പോൾ നേരെ നമുക്ക് തിരിച്ചു കൊണ്ടുവയ്ക്കാം. ഇത് ഞങ്ങൾ എരിവൊന്നും ഇല്ലാത്ത കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കൂണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവാളയും കൂടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂണിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഇതൊന്ന് കുറച്ചൊന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഇത് ഞങ്ങൾ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള വീഡിയോ വിട്ടുപോയി. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും ഇടുന്നില്ല ഞങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായതുകൊണ്ടാണ് മുളക് പൊടി ഇടാത്തത്. ഇതിപ്പം സ്പൈസി ആയിട്ടുള്ള ഒരു കറിയല്ല, കൂണിൻ്റെ അതേ രുചിയിൽ, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതിയാവും. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഇത് മാത്രം വെച്ച് ചോറ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. നന്നായിട്ട് തേങ്ങാപ്പാലിൽ വേവിച്ചതായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൂൺ റെസിപ്പി. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് വിളവെടുത്ത ഒരു വീഡിയോ ആണ്. ഇതിൽ നന്നായിട്ട് തന്നെ കൂൺ മുളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് ഞങ്ങൾ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ വിത്തിന് ഒരു പാക്കറ്റിന് 50 രൂപയാണ് വില വരുന്നത്. പിന്നെ ഒരു കുഞ്ഞു കെട്ട് വൈക്കോലും കൂടെ ഉണ്ടെങ്കിൽ ഇതിനുള്ള ബെഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലാകെ കഷ്ടപ്പാടെന്ന് പറയാനുള്ളത് വൈക്കോല് വാങ്ങിച്ച് അത് വേവിച്ച് വെള്ളം തോർത്തി എടുക്കുന്നതാണ് ഇതിലാകെ കഷ്ടപ്പാടുള്ള ഒരു ജോലി. അത് കഴിഞ്ഞിട്ട് ബെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരുട്ട് റൂമിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം തളിക്കണമെന്നുള്ള ഒരു പാടും കൂടെ ഉള്ളൂ. ധാരാളം കൂൺ ഇതുപോലെ വളർന്നു വരുമ്പോൾ അതൊന്നും ഒരു കഷ്ടപ്പാടും അല്ലാത്ത പോലെ തോന്നും. എല്ലാ ദിവസവും കിട്ടിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ സന്തോഷത്തോടെ കൂൺ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.